ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം നമുക്ക് ഒരു കൃഷി സ്ഥലം കണ്ടാലോ? ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അമ്പിളി ചേച്ചിയുടെ കൃഷി ഭൂമിയാട്ടോ. ചേച്ചി നടന്നതാണേ. അപ്പം ചേച്ചിയുടെ ചീരയൊക്കെ, ചേച്ചി ഇന്ന് ചീര വിളവ് എടുക്കുക കേട്ടോ. അപ്പം നമുക്കെന്നാൽ അതൊക്കെ ഒന്ന് കണ്ടാലോ വിശേഷങ്ങൾ. ഇതാണ് അമ്പിളി ചേച്ചി കേട്ടോ. ചേച്ചി വെയിലൊക്കെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വെള്ളത്തിനൊക്കെ എൻ്റെ ഇവിടെ വന്ന് അതാണ് കേട്ടോ ചീര. ചേച്ചി ഒരു മൂട് ചീര മുറിച്ചിട്ടുണ്ട്. ഒരു മൂട് ചീര ഒരു തോരനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൃഷിക്കാരി അമ്പിളി ചേച്ചി. ഭയങ്കരമായിട്ട് ഞാനിവിടെ വന്ന സമയം മുതൽ രാവിലെയും വൈകിട്ടും എല്ലാം ഇത് പൊന്നുപോണൊക്കെ നോക്കുക കേട്ടോ. മക്കളെ നോക്കുന്ന കൂട്ട് ചേച്ചി ഇവിടെ എല്ലാം പരിപാലിച്ച് കൊണ്ടുവരുവാണ്. ഇതാണ് ചേച്ചിയുടെ പയറ് കൃഷി കേട്ടോ. പാവലും കയറി കിടപ്പുണ്ട്. അപ്പം ചേച്ചി ഇന്ന് രാവിലെ കുറേ പയറൊക്കെ വിളവെടുത്ത് കേട്ടോ. ഇനിയും ബാക്കിയായി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് നമ്മുടെ ലൈൻ പൈപ്പാണ് ചേച്ചിയുടെയൊക്കെ ഇവിടുത്തെ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്ത് രണ്ടങ്ങ് മണ്ട വരെ ചേച്ചിയുടെ കൃഷിയാട്ടോ. അപ്പോൾ വെയിലെല്ലാം കൊണ്ട് ചേച്ചി ഇതെല്ലാം കൃഷിക്ക് നനയ്ക്കുന്നത്. അപ്പോൾ രാവിലെ വരും കേട്ടോ. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ കാണാൻ ചേച്ചി ഇവിടെ വന്ന് എല്ലാം നനച്ച്. മത്തയുണ്ട്, പിന്നെ ഏത്തവാഴയുണ്ട് കേട്ടോ. ഏത്തവാഴ, പാവൽ ഉണ്ട്. ഇവിടെ കുറേ പയർ നട്ടിട്ടുണ്ട് കേട്ടോ. പയറുണ്ട്, മുളകുണ്ട്, രണ്ടുണ്ട് വെറൈറ്റി നീല വയലറ്റ് കളറില്ലേ കേട്ടോ. മുളക്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ വേണ്ട പച്ചമുളക് ഉണ്ടോ. പച്ചമുളകായിട്ടുണ്ട്. അപ്പം വേണ്ട അവിടത്തേലെല്ലാം പച്ചമുളകായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം 2 ദിവസം ആയതേ ഉള്ളൂ. പയറ് നട്ടേക്കുവാണേ. എന്നിട്ട് ചേച്ചി ചൂടലിന് കുത്തി കൊടുത്തിരിക്കുക കേട്ടോ. കൊന്നക്കമ്പുമൊക്കെ കിട്ടത്തില്ലേ. ഇതാണ് കേട്ടോ ചേച്ചി നട്ടിരിക്കുന്ന വഴുതനയും പച്ചമുളകും ഒക്കെ കേട്ടോ. ഇപ്പം നല്ല വെയിൽ കാരണം ചേച്ചി പിന്നെ വേണ്ടത് കണ്ടോ ഓല കുത്തിയിട്ട് ഇത് താഴെ നിന്നായിരുന്നു കേട്ടോ. നിന്നപ്പോൾ അവിടെ എന്തോ പെരപണി സമയത്തെ പൂവൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഏതാണ്ടൊക്കെ അഴുക്കും എല്ലാം കൂടെ മണ്ടയ്ക്ക് വീണിട്ട് ഇത് പോയതായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി ഇവിടെ പറിച്ച് മാറ്റി കൊണ്ടുവച്ചിട്ട് രാവിലെയും വൈകിട്ടും നല്ലതായിട്ട് നനച്ച് കൊടുത്ത് ചൂട് കണ്ട വെയിലൊക്കെ അധികം തട്ടാതിരിക്കാനൊക്കെ വെച്ച് ഇപ്പം എല്ലാം നല്ലതായിട്ട് പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ ആയിട്ട് കായൊക്കെ ആയിട്ട് വന്നു. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല കേട്ടോ. ചേച്ചി കഷ്ടപ്പെട്ട് നട്ടതല്ലേ, നമ്മളത് അതിൻ്റെ അകത്ത് കയറി നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇതൊക്കെ ആയിട്ട് അതുണ്ട്. നല്ല വഴുതനയൊക്കെ നല്ല മിടുക്കരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടി ഇവിടെ ചേച്ചിയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചപ്പ് പറിച്ചിട്ടില്ല. ചപ്പ് പറിക്കാതെ ഇത് കണ്ട തക്കാളി, പച്ചമുളക് ഇതേണ്ട അവിടെയൊക്കെ തക്കാളിയൊക്കെ നട്ട് വെച്ചിട്ട് ചൂടൽ കൂടുതലായതുകൊണ്ട് വളർന്ന് വന്ന് കഴിയുമ്പോൾ ഈ ചപ്പൊക്കെ പറിച്ച് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ തക്കാളി തൈയൊക്കെ കേട്ടോ. ഇത് 2-3 ദിവസം ആയതേ ഉള്ളൂ കൊണ്ട് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇപ്പോൾ 2 ദിവസം ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം മഴ കിട്ടി കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെയുള്ള ചപ്പെല്ലാം ഒടിച്ച് അതിനിങ്ങനെ തണൽ കൊടുത്തിരിക്കുവാണേ. ഇവിടെ ചേച്ചിയുടെ ചുമന്ന ചീര കേട്ടോ. ഇതൊക്കെ കുറച്ചായതേ ഉള്ളൂ, ഒരാഴ്ച ആയതേ ഉള്ളൂ ഇതൊക്കെ നട്ടിട്ട്. ഇത് ചുമന്ന ചീര കൊണ്ട് നട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ കൃഷിസ്ഥലം. ചേച്ചി താഴെ വന്നിട്ടുണ്ട് കേട്ടോ, പണിക്ക് വന്നിട്ടുണ്ട് എല്ലാം നോക്കാൻ. ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം അതെല്ലാം നോക്കാൻ വന്നിട്ടുണ്ട്. കൃഷിയൊക്കെ നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏത്തവാഴ. അപ്പം നമ്മുടെ ഇന്നത്തെ കൃഷിയുമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് മണ്ണിൽ പൊന്നു വിളയിച്ച അമ്പിളി ചേച്ചിയുടെ കൃഷി.